രാമരാജ്യം രൂപീകരിക്കണം. അതിനായി നിയമം കയ്യിലെടുക്കും. ശിവന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് തെലങ്കാനയിൽ പൂജാരിയെ വീട് കയറി ആക്രമിച്ച കേസിൽ രാമരാജ്യ സൈന്യത്തിലെ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം വിസ ഗ്രാൻഡിംഗ് പവറുകൾക്ക് പേരുകേട്ടതാണ്. അതായത് വിദേശത്ത് ജോലി തേടുന്ന നിരവധി തെലുങ്ക് ടെക്കികളും US പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും വിസ പെട്ടെന്ന് ശരിയാകാനായി ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റും 18 തവണ പ്രദക്ഷിണം നടത്തും. ആഗ്രഹം സഫലമായി US പറക്കുന്നതിന് മുൻപ് നന്ദിയോടെ 108 തവണ പ്രദക്ഷിണം നടത്താൻ വീണ്ടും ഇവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. ഇവിടെ കാണിക്ക വഞ്ചിയോ സംഭാവന പെട്ടിയോ ഇല്ല. ഈ ബാലാജി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാണ് CS രംഗരാജൻ. ഒരു ദളിത് പുരുഷനെ തോളിൽ കയറ്റി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക, ദരിദ്ര മുസ്ലിം കർഷക കുടുംബത്തിന് ഒരു കാളയെ ദാനം ചെയ്യുക തുടങ്ങിയ ഒരു സൂഫി പരിപാടിയിൽ വരെ തന്റെ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് രംഗരാജൻ. ഫെബ്രുവരി 8 രാത്രി രംഗരാജന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന 20ഓളം ആളുകൾ ഇദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി. പിന്നാലെ രംഗരാജന്റെ പിതാവും ക്ഷേത്ര സംരക്ഷണ പ്രസ്ഥാന കൺവീനറുമായ MV സൗന്ദരരാജൻ മാധ്യമങ്ങളെ സമീപിച്ചതിനെ തുടർന്നാണ് തൊട്ടടുത്ത ദിവസം ആക്രമണ വിവരവും പിന്നാലെ രാമരാജ്യ സൈന്യവും പുറത്തുവരുന്നത്. രാമരാജ്യം ഇന്ത്യ കേട്ടിട്ടില്ലാത്തൊരു വാക്കല്ല. BJP അധികാരത്തിലേറിയത് മുതൽ രാജ്യം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിന്ദു രാഷ്ട്രം, രാമരാജ്യം എന്നെല്ലാം. തെലങ്കാനയിലെ ഈ രാമരാജ്യം ഒരു പ്രസ്ഥാനമായി തുടങ്ങിയതാണ്. രാമന്റെ പൂർവിക പരമ്പരയായ ഇക്ഷ്വാകു രാജവംശത്തിന്റെ പിൻഗാമികളായി സ്വയം പ്രഖ്യാപിക്കുകയും സ്വന്തമായി ഒരു ആർമി ഉണ്ടാക്കി ഹിന്ദു മതത്തെ സംരക്ഷിക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ദൗത്യവും അജണ്ടയും നിരസിക്കുന്ന ആളുകളെ ശിക്ഷിച്ചുകൊണ്ട് രാമരാജ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. രാമരാജ്യ സൈന്യത്തിന്റെ തലവൻ കൊവ്വൂരി വീരരാഘവ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലാ സ്വദേശിയായ ഇയാൾ ഹൈദരാബാദിലെ മണികൊണ്ടയിലാണ് താമസം. പെട്ടെന്നൊരു ദിവസം ശിവന്റെ അവതാരമെന്ന് സ്വയം പ്രഖ്യാപിച്ച രാഘവ റെഡ്ഡി 2022 ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രീ രാമരാജ്യം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. യൂട്യൂബിൽ ഒരു ചാനലും തുടങ്ങി. ഭഗവത്ഗീത ശ്ലോകങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. പിന്നെ ഒരു സൈന്യം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഹിന്ദുധർമ്മം സംരക്ഷിക്കുന്നതിനായി സൈന്യത്തിൽ ചേരാൻ ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദുഷ്ടരാണെന്ന് തോന്നുന്നവരെയൊക്കെ ശിക്ഷിക്കുക, പശുക്കളെ സംരക്ഷിക്കുക, ഇക്ഷ്വാകു ഭരതവംശങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുക, ക്ഷേത്ര സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുക, 6 ഹിന്ദു വിഭാഗങ്ങളുടേതാണെന്ന് അവർ അവകാശപ്പെടുന്ന ഭൂമി തിരിച്ചുപിടിക്കുക എന്നിവയും രാമരാജ്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു. 2024 സെപ്റ്റംബർ 1 ഡിസംബർ 31 ഇടയിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികളെ 20,000 രൂപ ശമ്പളത്തിൽ രാമരാജ്യം ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നും രാഘവ റെഡ്ഡി പ്രഖ്യാപിച്ചു. ഈ പോസ്റ്റ് കണ്ട 25 പേർ 2025 ജനുവരി 24 ആന്ധ്രാപ്രദേശിലെ തനുഗുവിൽ വെച്ച് രാഘവ റെഡ്ഡിയെ കാണാനെത്തി. സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. 4 ദിവസം ഇവിടെ തങ്ങിയ ശേഷം അവർ ആന്ധ്രാപ്രദേശിലെ ഒരു ശൈവ തീർത്ഥാടന കേന്ദ്രമായ കോട്ടപ്പകൊണ്ടയിലേക്കാണ് പോയത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും രാഘവ റെഡ്ഡി 2,000 രൂപ വീതം സംഭാവനയും കൈപ്പറ്റുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ഒരു തയ്യൽക്കാരനെ കൊണ്ട് 20 പേർക്കും കറുത്ത നിറമുള്ള യൂണിഫോമും തയ്പ്പിച്ചു. ഫെബ്രുവരി 6 യൂണിഫോം ധരിച്ച് ഹൈദരാബാദിലെ യാപ്രാലിലുള്ള ഒരു വീട്ടിൽ ഒത്തുകൂടുകയും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മീറ്റിംഗിലാണ് ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. രാമരാജ്യത്തിന്റെ പ്രകടന പത്രികയും ഇവിടെ വെച്ച് പുറത്തിറക്കുന്നുണ്ട്. പോലീസും നീതിന്യായ വ്യവസ്ഥയും അനീതിയുടെ വിഗ്രഹങ്ങളാണ്. ഭരണകൂടത്തിലെ നിലവിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകൾക്ക് അച്ചടക്കമില്ല. സമ്പന്നരായ കുറ്റവാളികളെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ. ഈ പ്രക്രിയയിൽ ഒരു ധർമ്മവും കാണുന്നില്ല. ഒരു പ്രത്യേക പൗരസമൂഹം, സൈന്യം, നിയമസംഘം എന്നിവയാണ് രാമരാജ്യ ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. വിധി മാറ്റാത്ത ജഡ്ജിമാരെ രാമരാജ്യം ആർമി അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. കേരളീയർക്ക് വിഷു എന്ന പോലെ ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും പുതുവത്സരാരംഭ ദിനമാണ് യുഗാദി. അതിനു മുൻപ് രാമരാജ്യം പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യങ്ങൾ ആ ദിവസം രാമരാജ്യം മെമ്പേഴ്സിന് രാഘവ റെഡ്ഡി നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടുതൽ ആളുകളെ രാമരാജ്യം സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യണം. ഭരണഘടനാ രാമരാജ്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ബാലാജി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ രംഗരാജനാണ് പ്രചാരണത്തിന് പറ്റിയ ആളെന്ന രാഘവ റെഡ്ഡിയുടെ നിർദ്ദേശത്തിൽ 3 വാഹനങ്ങളിലായി സംഘം ചിൽക്കൂറിലേക്ക് പുറപ്പെട്ടു. രാത്രി പൂജാരിയുടെ വീട്ടിലെത്തിയ സംഘം ആവശ്യപ്പെട്ടത് സാമ്പത്തിക സഹായവും മറ്റു മതങ്ങളിലെ പുരോഹിതന്മാരെ പോലെ ധർമ്മ സംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കണമെന്നുമായിരുന്നു. രാമരാജ്യ സൈന്യത്തിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പ്രചാരണം നടത്തണമെന്നും രംഗരാജനോട് രാഘവ റെഡ്ഡി ആവശ്യപ്പെട്ടു. വഴങ്ങാതെ വന്നതോടെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ചും രാമസേനയെക്കുറിച്ചും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് പൂജാരിയെ ശകാരിക്കുകയും ഇതിൻ്റെയെല്ലാം ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. യുഗാദി ഉത്സവത്തിന് മുൻപ് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയത്. രംഗരാജന്റെ മുഖത്തും ശരീരത്തും സാരമായി പരിക്കേറ്റിരുന്നു. തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഘവ റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ 2 സ്ത്രീകളടക്കം 5 പേരാണ് അറസ്റ്റിലായത്.
അന്വേഷണത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ രാമസേന ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ആളുകളാണെന്നും ജീവനെടുക്കാൻ പോലും മടിയില്ലാത്തവരാണെന്നും തന്റെ ശിഷ്യന്മാർ കണ്ടെത്തിയതായി സൗന്ദരരാജൻ പറഞ്ഞിരുന്നു. രാഘവ റെഡ്ഡി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 189(2) നിയമവിരുദ്ധമായി സംഘം ചേരൽ, 333 വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നിവയടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ തെലങ്കാന സർക്കാരിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാണ്. തെലങ്കാനയിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പരാജയപ്പെട്ടുവെന്ന് BRS ആരോപിച്ചു. ഭരണഘടനയുടെ സംരക്ഷകർ നിശബ്ദ കാഴ്ചക്കാരായി തുടരുമ്പോൾ ധർമ്മരക്ഷകർ അക്രമത്തിലേക്ക് തിരിയുന്നുവെന്ന് മുൻ മന്ത്രി KT രാമറാവു എക്സിൽ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു ക്ഷേത്രത്തിലെ പൂജാരിയെ സന്ദർശിച്ച് പിന്തുണ നൽകുകയും BJP നേതാക്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ ഭീരുത്വ പ്രവൃത്തിയെക്കുറിച്ച് ഹിന്ദുമത സംരക്ഷകരിൽ നിന്ന് ഒരു വാക്കുപോലും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചത്. രംഗരാജനെ പോലെ പ്രശസ്തനായ ഒരു പുരോഹിതന് നേരെയുണ്ടായ ആക്രമണം സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളാക്കുന്നുവെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും KTR ആവശ്യപ്പെട്ടു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പൂജാരി CS രംഗരാജനുമായി സംസാരിച്ചിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്നും ആക്രമണത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രാമസേനയുടെ കൂടുതൽ വിവരങ്ങളും മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇവരുടെ അംഗങ്ങൾ ഉണ്ടോ എന്നീ വിവരങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്.